സ്കീമിനായിക്കോട്ടെ അല്ലാതായിക്കോട്ടെ പശുക്കളെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു വീഡിയോ ആട്ടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം ഹൈബ്രിഡ് പശുക്കളും ക്രോസ് ഇനത്തിൽപ്പെട്ട പശുക്കളും അതോടൊപ്പം തന്നെ ജേഴ്സി ഇനത്തിൽപ്പെട്ട പശുക്കളുമാണ് ഉള്ളത്. അപ്പൊ ഈ വീഡിയോ പശുക്കളെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു വീഡിയോ ആട്ടോ. നേരെ വീഡിയോയിലേക്ക് പോകാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പുതിയ പശുക്കളൊക്കെ ഒന്ന് കാണിച്ചേട്ടാ. ഇത് പുതിയ പശുവാണ്. പുതിയ പശു പറഞ്ഞാൽ ഇത് കന്നി പശുവാണ്. കന്നി പശു. ഇത് ഹെവി പശുവാണ്. ഒന്നാമത്തെ പ്രസവത്തിൽ തന്നെ 25 ലിറ്ററോളം കറക്കുന്ന പശുവാണ്. ഹൈറ്റും വെയിറ്റും നല്ല ഇതുള്ള പശുവാണ്. പ്രസവിക്കാൻ ഇനി 20 ദിവസമുണ്ട്. അപ്പൊ ഈ പശു അതേമാതിരി പശു അത് അവിടെ ഒരു പശുണ്ട്. ഇങ്ങനത്തെ ഫാമിലേക്ക് നിർത്തുന്ന പശുക്കളാണ്. ഫാമിലേക്കുള്ള പശുക്കളാണ്. ഇതാണ് ഫസ്റ്റ് ഗ്രേഡ് പശുക്കള്, കൊമ്പുള്ള പശുക്കള്. ഇത് അതായത് നമുക്കൊരു 20 കിട്ടും, ഉറപ്പിക്കാം. 25 ലിറ്റർ വരെ കിട്ടും. 25 ലിറ്റർ വരെ കിട്ടുന്ന പശുക്കളാണ് ഇത് രണ്ടെണ്ണം. ഇത് കന്നിയാണ്. ഇത് 2 നേരം 18 ലിറ്റർ പാല് കിട്ടും. ഇത് അതിന്റെ സെക്കൻഡ് ക്വാളിറ്റി. അതൊക്കെ 1 ലക്ഷത്തിന്റെ മുകളിൽ പറയുന്ന പശുക്കളാണ്. ഇത് 1 ലക്ഷത്തിന്റെ താഴെ പറയുന്ന പശുവാണ്. ഇത് 2 പല്ല് കിടാരിയാണ്. ഇതിന്റെ കുട്ടിയത് ഇത് പ്രസവിച്ചതാണ്. എത്ര ദിവസമായിട്ട് പ്രസവിച്ചിട്ടാകെ 2-3 ദിവസമായിട്ടുള്ളൂ. 2 നേരം കൂടി 3 ലിറ്റർ പാല് തെളിയണേ ഉള്ളൂ. ഇനി ഇത് അതിന്റെ സിസ് ബ്രൗണിന്റെ മാതിരിയുള്ള ഒരു റെഡ് ആൻഡ് സിന്ധി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ചോദിക്കും. റെഡ് ആൻഡ് സിന്ധി അതിന്റെ പാല് കൊഴുപ്പൊക്കെ അതിന്റെ കന്നിയാണ് ഇത്. കന്നി പശു നീര് കണ്ടു. നീര് ഇതിനൊക്കെ എത്രത്തോളം പാൽ? 18 ലിറ്ററോളം പാല് കിട്ടും ഉണ്ടാവും. ഇത് HF ക്രോസ്. പക്ഷെ കുറച്ചുകൂടി വൈറ്റ് മെജോറിറ്റി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എത്രത്തോളം പാലൊക്കെ കിട്ടും? ഇത് 2 നേരം 20. ഇത്രത്തോളം പശുക്കളുടെ റേഞ്ച് എന്ത് വരും? 75-80 അത്ര വരുള്ളൂ. ഇങ്ങനത്തെ കളർ ഉണ്ടെങ്കിൽ 75-50 കിട്ടില്ല. 2-3 ഒക്കെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ ഇത് എടുക്കാമല്ലോ. കൂടുതൽ നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാമല്ലോ. ഇത്തരത്തിലുള്ള പശുക്കളെ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാൻ വേണ്ടി ചേട്ടനെ കണ്ടാൽ മതി അല്ലേ? അതെ. നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരണം. ഇത് ജേഴ്സി HF കൂടി പശുവാണ്. ജേഴ്സി ഇത് എബോവ് ഒരു 18 ലിറ്റർ പാല് കിട്ടും. അതേമാതിരി തന്നെ ഇത് ജേഴ്സിയും ഏതാണ്ട് ഒരു ഫുൾ ബ്ലോക്ക് വരൂല. ജേഴ്സിയും സിന്ധിയും കൂടിയിട്ടുള്ള പശുവാണ്. ഇതിനൊരു 18-20 ലിറ്റർ പാല് കിട്ടും. ആള് പ്രസവിക്കാറായോ? ഇത് 2 പ്രസവിക്കാനായതാ. ഇത് രണ്ടും ഒരു 10 ദിവസത്തിനുള്ളിൽ പ്രസവിക്കും. ഇത് HF ക്രോസ് ആണ്. ഇത് 20 ലിറ്റർ പാല് കിട്ടും. ഇത് കന്നിയാണത്. ഇത് 2-ാം പേർ. ഇതും 2-ാം പേർ. ഇതൊക്കെ ഒരു 10 ദിവസത്തിനുള്ളിൽ എല്ലാം 10 ദിവസത്തിനുള്ളിൽ 270 ദിവസം ഗർഭകാലാവധിയിൽ ഇവിടെ വരിക. 282-ാം ദിവസം ഇവിടെ നിൽക്കുമ്പോൾ പ്രസവിക്കും. നമ്മളെ നാട്ടിലേക്ക് പോകുമ്പോൾ വീണ്ടും 3-4 ദിവസം അഡ്വാൻസ് ആയിട്ട് പ്രസവിക്കും. നമ്മൾ 100% ഗ്യാരണ്ടി നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാം. ഇതെല്ലാം വലിയ പശുക്കളാണ്. കന്നി ഏതാ? കന്നി ഞാൻ പറഞ്ഞുതരാം. ഇത് കന്നിയാ. ഇത് കന്നിയാകുമ്പോഴാണ് ഇങ്ങനെ നീരുണ്ടാവുക. കുറവുണ്ടാവും, നീരുണ്ടാവും. രണ്ടാമത്തേന് അത് കമ്മിയായിരിക്കും. ഇത് വലിയ പശു. ഇത് 2-ാം പേരാണ്. പക്ഷേ ഇത് 30 ലിറ്ററോളം പാല് കറക്കാൻ കപ്പാസിറ്റി ഉള്ള പശുവാണ്. ഇത് ഇപ്രാവശ്യം 25 ലിറ്റർ കറക്കും. ഹൈറ്റ് വെയിറ്റ് ഉള്ള പശുവാണ്. അത് 1.25 ലക്ഷം രൂപ വില വരും. ഇത് രണ്ടും ഒരു 1.10 റുപ്യോളം വരും. ശരിക്കും ഇറങ്ങിയിട്ടുണ്ടല്ലോ. അത് ഇറങ്ങിയിട്ടുണ്ട്. അത് ആയി വരണം. ഇത് ജേഴ്സി, ബാംഗ്ലൂർ ജേഴ്സി പറയും. ഇത് 25 ലിറ്റർ പാല് ഇപ്പൊ കറന്നുകൊണ്ടിരിക്കുന്ന പശു. 25 ലിറ്റർ പ്രസവിച്ചിട്ട് ഇപ്പോൾ ഒരു 10 ദിവസത്തിന്റെ ഉള്ളിലായി. അതായത് നീര് പോയാലാണ് ക്ലിയർ ആവുള്ളൂ. അപ്പൊ അത് 25 ലിറ്റർ കറക്കുന്ന പശുവാണ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞാൽ ഇവിടെന്നല്ല, ഇതേമാതിരി 100 കണക്കിന് സ്ഥലങ്ങളിൽ പോയി പശുവിന് വാങ്ങിക്കൊടുക്കലാണ് നമ്മളെ ഏർപ്പാട്. നമ്മളെ ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ടും ആൾക്കാർ പറയും നിങ്ങളെ ഫാം എവിടെ? എനിക്ക് ഫാമില്ല, ഞാൻ ബ്രോക്കർ പണിക്ക്. ഒരു പശുവിനെ വാങ്ങിക്കൊടുത്താൽ 1000 രൂപ ഇവരും തരും, അവരും തരും. പിന്നെ നമ്മളെ വണ്ടി നിൽക്കുന്ന വണ്ടി അത് ഉപയോഗിക്കണം. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടി ഉപയോഗിക്കണം. അതിൽ എണ്ണ നിർബന്ധമായി അടിക്കണം. ഇവിടെ കുറച്ച് ഉണ്ടല്ലോ. ഇത് 2-ാം പേരാണ്. ഇത് കന്നി 2 പല്ല് പ്രസവിച്ചതാണ്. കേട്ടോ, ചളി പോകണ പാലോട്ടിനുണ്ടല്ലേ, പ്രസവിച്ചതാണ്. ഇത് പ്രസവിച്ചത് സിസ് ബ്രൗണിന്റെ പശുവാണ്. ഇതും കന്നിയാണോ? ഇത് കന്നി. ഇതും കന്നി. ഇത് 3-ാം പേരാണ്. പിന്നെ ഡാമേജ് പശുക്കളാണ്. ഇതൊക്കെ 55-60 റുപ്യയുടെ കിട്ടുന്ന പശുക്കളാണ്. ഇത് പാല് കറന്നൊക്കെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന പശുക്കളാണ്. അതിന് അങ്ങനെ ക്വാളിറ്റി ഒന്നും പറയാൻ പറ്റില്ല. ഇതിന്റെ കുറെ കുട്ടികൾ ഇവിടെ ഉണ്ട്. തമിഴ്നാട് ഉദുമൽപേട്ടയിൽ ഒരു ഗ്രാമം, ഉൾഗ്രാമം. പശുക്കളെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ സ്ഥലമാണത്. ഇവിടെ ഇത് തണുത്ത ക്ലൈമറ്റുള്ള സ്ഥലങ്ങളാണ്. മറ്റേ വലിയ വെയിലുമില്ല, വലിയ ചൂടുമില്ല. ഇവിടെ ഗ്രാമങ്ങളിലാണ്. ഇതേമാതിരിയുള്ള പശുക്കളെ നമുക്ക് എവിടെ വന്നിട്ടും വാങ്ങിക്കാം. ഇതേമാതിരിയുള്ള ഞാൻ അടുത്ത സ്ഥലത്ത് ഇപ്പോൾ ഇതിന് മുന്നേ ഒരു സ്ഥലം എടുത്തില്ലേ, അവിടേക്ക് ഇപ്പോൾ ഇനിയും പശു കയറ്റാൻ വേണ്ടി പോകും. 2 പശുവിന് ആൾക്കാർ വാങ്ങിയിട്ടുണ്ട്. അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഇതിൽ നമുക്ക് വണ്ടി വരുമ്പോൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ശരി. അപ്പോൾ ഇതാണ് ഇത്തരത്തിലുള്ള പശുക്കളുടെ പ്രൈസ് റേഞ്ച് ഒക്കെ വരാണെങ്കിൽ നമുക്ക് ഏകദേശം എല്ലാം ഒരു നല്ല പശുക്കളാണെങ്കിൽ 1 ലക്ഷം 1.10. മറ്റൊരു ചെറിയ പശുക്കളൊരു 75-80. ഏറ്റവും ഡാമേജ് പശുക്കളും
ചീപ്പ് പശുക്കൾക്ക് 55-60. ഈ സ്കീമൊക്കെ വരുമ്പോൾ നമുക്ക് പറ്റിയ പശുക്കൾ ഏതായാലും 65 രൂപ 2 നേരം 15 രൂപ കിട്ടുന്ന സാധാ ജേഴ്സികൾ. കൂടുതൽ എണ്ണ എടുക്കുമ്പോൾ നമുക്ക് വില കമ്മിയായി വാങ്ങിക്കാം. ട്രാൻസ്പോർട്ടേഷനുള്ള പൈസ വില കമ്മിയാക്കി വാങ്ങിക്കും. ട്രാൻസ്പോർട്ടേഷനുള്ള പൈസ വില കമ്മിയാക്കി വാങ്ങിക്കും. കാരണം ഇവരൊക്കെ ഇതിപ്പോൾ ഒരു 65 രൂപയ്ക്ക് വാങ്ങിയ സാധനം അവരുടെ ചെലവ് കഴിഞ്ഞ് ഒരു 5 രൂപ കിട്ടണമെന്ന ഒരു പ്രതീക്ഷ ഉണ്ടാവുക. 5 രൂപ ഇല്ലാതെ ഒരു 65 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എൻ്റെ വീട് ശ്രീകൃഷ്ണപുരം ഭാഗത്താണ്. ശ്രീകൃഷ്ണപുരം ചെറുപ്പശ്ശേരി മംഗലം എന്ന ഭാഗത്താണ്. അപ്പോൾ ആ പ്രദേശത്തായിട്ട് ഒരു 4-5 സൈറ്റ് 1 ഏക്കർ 1/10 അങ്ങനെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അതിൽ പുതിയൊരു ഫാം വെക്കാൻ പറ്റും. അതിന് തൊട്ടടുത്ത് തന്നെ 10 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സെന്റിന് 10 രൂപ 6 രൂപ തൊട്ട് 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പള്ളിയിൽ കിട്ടും. അപ്പോൾ അതിൽ പുല്ലും വെക്കാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 30 രൂപ 35 രൂപ ഉണ്ടെങ്കിൽ സ്ഥലം കിട്ടും. ഒരു 10 രൂപ ഉണ്ടെങ്കിൽ നല്ലൊരു ഫാം ഉണ്ടാക്കാം. 10 രൂപ ഫാം പറഞ്ഞാൽ പശുക്കളടക്കം 10 പശുക്കളും അതിന്റെ ഷെഡ് അടക്കം. അതിന് ലോണും കിട്ടും. 10-70% ലോണും കിട്ടും. അപ്പൊ ഫാമിന് പറ്റിയ സ്ഥലം ആഗ്രഹിക്കുന്നവർക്ക്, അതും പാലക്കാട് ആഗ്രഹിക്കുന്നവർക്ക്, പാലക്കാടല്ല നമ്മളെ ഗ്രാമങ്ങളിൽ ചെറുപ്പശ്ശേരി അല്ല എവിടെ വേണമെങ്കിലും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. പാലക്കാട് ജില്ലയിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് നമ്മളായിട്ട് അതിന് പേഴ്സണലായിട്ട് നമ്മൾ വിളിച്ച് സൗകര്യത്തോടു കൂടി നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ ഇടയിലുള്ള സമയത്ത് വിളിച്ച് നമ്മൾ ഡ്രൈവിങ്ങിലേക്കായിരിക്കും. രാത്രിയോ അല്ലെങ്കിൽ രാവിലെ ഒരു 8 മണിന്റെ മുന്നെയോ 8 മണിക്ക് ശേഷം നമ്മൾ ഡ്യൂട്ടി തുടങ്ങുകയാണ്. അപ്പോൾ അതിന് നേരത്തെ രാവിലെ വിളിക്കണം ഒന്നുകൂടി. അതിലൊരു ഡൗട്ട് വെച്ചിട്ട് ഈ കരഭൂമി ഉണ്ടാവുമല്ലോ, പിന്നെ കൃഷിഭൂമി ഉണ്ടാവും. കൃഷിഭൂമി വിലമേ കിട്ടും. കൃഷിഭൂമിയിൽ കറണ്ട് കിട്ടില്ല. അതില് ഫാമിനുള്ള ഓതറേഷൻ കിട്ടില്ല. പിന്നെ അതൊക്കെ വേണമെങ്കിൽ പുല്ലൊക്കെ ഇടാം. പുല്ല് വെക്കാം. വേറെ കവുങ്ങ് വെക്കാം. അങ്ങനെയൊക്കെ അവിടുത്തെ നാട്ടു നടപ്പ് എങ്ങനെയാ അതിനനുസരിച്ച്. എന്തായാലും കരഭൂമി ആയാലും ശരി കൃഷിഭൂമി ആയാലും വെള്ളത്തിന്റെ സ്രോതസ് ഇതിലാ കിട്ടുക. അപ്പോൾ ആ വെള്ളം അത് അടുത്ത് കിട്ടുകയാണെങ്കിൽ അതിൽ നമുക്ക് കിണർ കുത്താൻ പറ്റും. ഇതിന് വെള്ളം എന്തായാലും വേണം. ഒരെണ്ണത്തിന് കുളിപ്പിക്കാനും കാര്യങ്ങളും ചെയ്യാനും വെള്ളം കൊടുക്കാനും വെള്ളം വേണ്ടേ. ശരി. അപ്പോൾ അതുള്ളതാണ്. അത് റബ്ബറായിട്ട് നിൽക്കുന്നുണ്ട്. അതിന്റെ പാഴ് റബ്ബർ മുറിച്ച് കളഞ്ഞാൽ 5 ലക്ഷം 6 ലക്ഷം രൂപ കിട്ടും. അപ്പോൾ തൊഴുത്തിടാനുള്ള പൈസ അതിൽ കിട്ടും. അത് മൾട്ടി പർപ്പസിൽ കുറേ കാര്യങ്ങളുണ്ട്. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറയണം. പിന്നെ കുറേ ആൾക്കാർ ഫാമുകൾ ഒഴിവാക്കുന്ന പശുക്കളുണ്ട്. ഒന്നായിട്ട് കൊടുക്കും. 34 എണ്ണം ആൾറെഡി ഉണ്ട്. 2 എരുമ അടക്കം ഫാം അടച്ചു കൊടുക്കും. അതിന് വൃത്തിയിൽ നമ്മളോടൊപ്പം വന്ന് കാണാനുള്ള സമയമുള്ളപ്പോൾ വിളിക്കുക. എല്ലാം ഫോണിലൂടെ അയച്ചു വീഡിയോ അയച്ചു ഞാൻ ചെയ്തു കൊടുക്കില്ല. കാരണം ബ്രോക്കർക്ക് ഒരിക്കലും ചെയ്തു കൊടുക്കാൻ സാധിക്കില്ല. പിന്നെ ബ്രോക്കർ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പശുവിന്റെ ഫോട്ടോസ് നമ്മളോട് ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മളെ ഇവിടുത്തെ ഫോട്ടോ എടുത്തു. ഇപ്പൊ നിങ്ങളുടെയിലും ഫോട്ടോ ഉണ്ട്, എൻ്റെ അടുത്തും ഫോട്ടോ ഉണ്ട്. ഈ ഫോട്ടോ നമ്മൾ അയച്ചു കൊടുത്തു. ഒരു തിരുവനന്തപുരത്തേരം വരികയാണ്, 10 പശുവിനെ എടുക്കാൻ വേണ്ടി വരികയാണ്. ഷാവും വരുമ്പോ ആ ഫോട്ടോയിലുള്ളത് ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ നുണ പറഞ്ഞ മാതിരിയായില്ല. എപ്പോ വേണമെങ്കിലും വരും. ഇന്നിപ്പോ നമ്മളിവിടെ ഇറങ്ങി ആ സെക്കൻഡിൽ വേണമെങ്കിൽ വെക്കാം. അപ്പൊ ഇന്നത്തെ ഉള്ളതാണ്. നമുക്ക് ഇത് അടക്കുമ്പോൾ 160ാമത്തെ വീഡിയോസാണ്. ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമുക്കാണ്. അപ്പം നമ്മളെപ്പോഴും ആൾക്കാർ വിളിച്ചിട്ട് ചോദിക്കും ഫോൺ ഇതുണ്ടോ, ഫോട്ടോ ഉണ്ടോ. ഞാൻ ഫോട്ടോ ഉള്ള ഒരു കച്ചവടം ചെയ്ത് കൊടുക്കാമല്ലോ. എനിക്ക് ഫോട്ടോ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും എൻ്റെ ഈ ഫോൺ 2 ഫോണിലും ഫോട്ടോസാണ്. അത് അയച്ചു കൊടുത്തിട്ട് അവർക്ക് എന്താ കൺഫ്യൂഷൻ, അവിടെ എന്താ കാര്യം? ശരി. ഫോട്ടോ കച്ചവടമൊക്കെ ഇപ്പോൾ വന്നത് അതൊക്കെ ഇപ്പോഴത്തെ ഇതിൽ വന്നതല്ലേ. അത് ഈ ബിസിനസ്സിന് പറ്റില്ല. നമ്മളെ സർവീസ് ഇവിടെ 5 ജില്ലയിൽ, തമിഴ്നാട് 5 ജില്ലയിലുണ്ട്. ഏതെങ്കിലും പോലെ കോയമ്പത്തൂർ പോയിട്ട് വാങ്ങിപ്പോ. തിരുപ്പൂർ ജില്ലയാണ്. തിരുപ്പൂർ ജില്ല 2 ജില്ലയില്. പിന്നെ സേലം 3ാമത്തെ കൃഷ്ണഗിരി, നാമക്കല്ല്. മനസ്സിലായോ? ഇനി വേണമെങ്കിൽ പഴനിയുടെ അപ്പുറത്ത് പോയാൽ ദണ്ഡിക്കല്ല്. ഇത്തരത്തിലുള്ള പശുക്കളെ വാങ്ങാൻ വേണ്ടി അപ്പൊ എന്താ ചെയ്യേണ്ടത് എന്നൊന്ന് വിശദമായിട്ട് പറയാമോ? അല്ല, ഇത് നമ്മളെ വിളിക്കുക. നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വിളിക്കുക. എന്നിട്ട് ഡേറ്റ് ബുക്ക് ചെയ്യുക. നമുക്കും കൂടി സൗകര്യപ്പെടുന്ന ഒരു സമയം നോക്കി നിങ്ങൾ വരിക. വന്നിട്ട് നമ്മൾ പശുക്കളെ എല്ലാ സ്ഥലത്തും പോയി കണ്ട് ഇഷ്ടപ്പെട്ട പശുവിനെ വാങ്ങിച്ച് പോകാനുള്ള സംവിധാനങ്ങൾ ചെയ്തു തരിക. സ്ഥാപനത്തിന്റെ പേരൊക്കെ CM ഏജൻസീസ് എന്നാണ് നമ്മളെ സ്ഥാപനത്തിന്റെ പേര്. പാലക്കാട് BPL ജംഗ്ഷനിലാണ് അതിന്റെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. നമ്മളെ വീട് ശ്രീകൃഷ്ണപുരം മംഗലാംകുന്നത്താണ്. ഞാനും ഓഫീസും തമ്മിൽ 10-32 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളതാണ്. അപ്പോൾ വിളിച്ച് പറഞ്ഞ് ബുക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ നാട്ടിൽ നിന്നും പാലക്കാട് വരികയുള്ളൂ. ട്രെയിനിലും വരാം, ബസ്സിലും വരാം, സ്വന്തം കാറിലും വരാം. പക്ഷേ എവിടെ വന്നാലും നമ്മുടെ അടുത്ത് വന്ന് പിന്നെ നമ്മൾ സംസാരിച്ചിട്ട് ആൾക്കാർക്ക് എങ്ങനത്തെ പശുക്കളെ വേണ്ട അവിടേക്ക് കൊണ്ടുപോയിട്ടാണ് നമ്മൾ പശുവിനെ വാങ്ങിക്കുക. വണ്ടി സൗകര്യങ്ങളൊക്കെ വണ്ടി ഇവിടെ 3 പശുവിനെ കയറ്റണമെങ്കിൽ 35 രൂപ, 4 പശുവിനെ കയറ്റണമെങ്കിൽ 40 രൂപ, 5 പശുവിനെ കയറ്റണമെങ്കിൽ 45 രൂപ. അതാണ് ഇവിടുത്തെ രീതി. പിന്നെ 5 പശു കഴിഞ്ഞാൽ പിന്നെ 60, 65, 70, അത് 10-13 പശു വരെ കയറ്റാം. ഇത്തരത്തിലുള്ള കെട്ടുതറകളിൽ ശരിക്കും ബ്രോക്കറെ കൊണ്ട് വന്നുള്ള ഒരു ഗുണം എന്താണെന്നൊന്നും പറയാം. ബ്രോക്കറെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ പശുവിനെ മനസ്സിലാക്കി പശുവിനെ ബാർഗൻ ചെയ്ത് വാങ്ങിച്ച് അതിൻ്റെ ഇടയിൽ ഉള്ള ഡിസ്പ്യൂട്ടുകളൊക്കെ ക്ലിയർ ചെയ്തിട്ട് പശുവിനെ വാങ്ങാൻ പറ്റും.
ഇപ്പോൾ ഇവിടെ വന്ന് ഈ പശുവിനെ വാങ്ങുമ്പോൾ ഈ പശുവിന് അവർ വാങ്ങിയ വില എന്താണെന്നുള്ളത് ഏകദേശം നമുക്കറിയാം. പക്ഷെ അവർ ചോദിച്ചാൽ നമ്മളോടും പറയും ഞാൻ ഇത്രയ്ക്കാണ് വാങ്ങി, എനിക്ക് ഇത്ര ലാഭം തന്നെ തരാമെന്നുള്ളത്. പക്ഷേ പുതിയതായിട്ട് വന്ന് ഇവിടെ വന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അവർ പറയുന്ന വില കൂടുതലായിരിക്കും, നിങ്ങൾ പറയുന്ന വില ചെറുതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് രമ്യപ്പെട്ട് പോകാൻ പ്രയാസമാണ്, തെറ്റിപ്പോകലാണ് പതിവ്. ശരിയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കൊണ്ടുപോയി എന്തെങ്കിലും ഒരു കാമ്പിന് പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന് മധ്യസ്ഥ സംസാരിക്കണമെങ്കിൽ ഇടയിൽ എപ്പോഴും ബ്രോക്കർ ഉള്ളതുകൊണ്ട് നല്ലതാണ്. ബ്രോക്കർ ഇല്ലാതെ ഒരു ഇടപാടും ജീവിതത്തിൽ നടപടിയാവാത്ത കാര്യമാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തേക്ക് നമ്മൾ മാറി. പിന്നെ ബ്രോക്കർമാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടുത്തൊരു സ്ഥലം കാണണമെന്നല്ല ആരോടാ ചോദിക്കുക. ഇപ്പോൾ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാവിധ ഗ്രാമങ്ങളിലും നമുക്ക് പരിചയമുണ്ട്. എവിടെ പോയാലും നമ്മളെ സർവീസ് ഉണ്ട്. നമുക്ക് എത്രത്തോളം പശുവിനെ കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടാവും നമുക്ക് പാർട്ടിക്ക് സമയമുണ്ടെങ്കിൽ ഒരു 100-150 പശുവിനെ എണ്ണി കാണിച്ചു കൊടുക്കാൻ പറ്റും. എണ്ണി കാണിച്ചു കൊടുക്കാൻ പറ്റും. 25 ജാതിയിൽ. കൃഷ്ണഗിരിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 300ഓളം പശുവിനെ കാണിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ കച്ചവടം നടക്കുന്ന പാർട്ടികളിലൊപ്പം നമുക്ക് പോകാൻ താല്പര്യമുള്ളൂ. കാരണം അവർക്കൊരു വഴിയാട്ടി പോയിട്ട് അവര് പിന്നാലെ പോയി നാളെ പിന്നെ ഇവനെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ ചിന്തിക്കുന്നവരുണ്ടാവാം. അവര് പിന്നാലെ നമുക്ക് പോകാൻ താല്പര്യമില്ല, നമ്മൾ പോകാറുമില്ല. കാരണം നമ്മളെ ഒരു അരിപ്രശ്നത്തിലൂടെ നടക്കണമല്ലോ. അല്ലാതെ ഇപ്പോൾ നമ്മൾ വെറുതെ എന്തെങ്കിലും പണിയെടുത്തിട്ട് കാര്യമില്ല. ശരിയാണ്. അപ്പോൾ നമ്മൾ കച്ചവടം ചെയ്ത് കൊടുക്കുന്നവനും നന്നാവണം, അത് വിൽക്കുന്നവനും നന്നാവണം, നമ്മളും നന്നാവണം. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. പിന്നെ വേറെ കാര്യം കൂടി പ്രത്യേകം പറയുന്നത്, തമിഴ്നാട്ടിൽ മാത്രമേ പശുക്കളെ കിട്ടുള്ളൂ, നല്ല പശുക്കളെ കിട്ടുള്ളൂ. അപ്പോൾ കേരളത്തിലെ പശുക്കളുണ്ടോ, മേഡ് ഇൻ കേരളക്കാരുണ്ടോ വെച്ചാൽ എൻ്റെ അടുത്ത് ഉണ്ടാവില്ല. ഒന്ന്. രണ്ടാമത് നമുക്ക് അർബറിയായി വന്നാലും കാര്യങ്ങൾ നടക്കില്ല. ഒരു ദിവസം അതിന് മെനക്കെട്ടിട്ട് വരുന്ന വേണം. എന്നാൽ ഒരുപാട് പശുക്കളെ ഫുൾ ടൈം ചെലവഴിക്കാൻ ഇവിടെ സമയം നമ്മൾ കണ്ടെത്തണം. 5 മണിയാകുമ്പോൾ 6 മണിയാകുമ്പോൾ തിരിച്ചു പോകാമല്ലോ. വന്ന് കണ്ടില്ലേ, 1,40,000 രൂപ ഒരാൾ അയച്ചു തന്നു. 70,000 രൂപയുടെ 2 പശുവിന് നമ്മൾ തന്നെ പോയി വാങ്ങിക്കൊടുത്തു. അവരെ വണ്ടി വരും, അവർ കയറ്റി പോകണം. അവർ വന്നിട്ട് തന്നെ ഇല്ല. കാരണം അതെന്താ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ നിന്റെ പഴയ കസ്റ്റമറാണ്. ഓൾറെഡി നമ്മൾ വാങ്ങിച്ച ഒരു പരിചയമുണ്ട്. പുതിയ കസ്റ്റമർക്ക് ഒരിക്കലും അങ്ങനെ ചെയ്തു കൊടുക്കില്ല. കാരണം അവരവിടെ ചെല്ലുമ്പോൾ പല പരാതികളായി കഴിഞ്ഞാൽ പിന്നെ അടക്കം നമുക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ നമ്പർ നോട്ട് ചെയ്ത് സമയത്തിനനുസരിച്ച് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വീണ്ടും വിളിക്കുക. അല്ലെങ്കിൽ 703 എന്നുള്ള അവസാനത്തെ നമ്പർ വാട്സപ്പ് നമ്പറാണ്, അതിലേക്ക് മെസ്സേജ് ചെയ്യുക. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ കഴിയുന്നത് ഒഴിവാക്കുക. എന്നിട്ട് നമ്മളോട് സഹകരിച്ച് പശുക്കളെ വാങ്ങി ഫാം വലുതാക്കാൻ നോക്കുക.